കടലിലെ ഉപ്പുവെള്ളമാണ് ഏറ്റവും ഉത്തമമായ വെള്ളം. ഇനി അതില്ലെങ്കിൽ സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള കിണറിലെ പൈപ്പിലെ വെള്ളമാണ് മയ്യത്ത് കുളിപ്പിക്കാൻ ഏറ്റവും ഉത്തമം. അപ്പം ഹനഫി മദ്ഹബിൽ എന്താണ് നേരിയ ചൂടുള്ള വെള്ളം. ഇനി അതിന് ഒരാൾ നല്ലോണം കൊടൈക്കനാൽ അങ്ങനെയുള്ള കഠിനമായ തണുപ്പുള്ള പ്രദേശത്താണ് മരിച്ചതെങ്കിൽ അവിടെയും നമുക്ക് ചിലപ്പോൾ ചുടുവെള്ളം ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ ഫ്രീസറിൽ വെച്ച മയ്യത്ത് കിട്ടിയാൽ ചിലപ്പോൾ അതിനും നമുക്ക് നേരിയ ചൂടുവെള്ളം ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ നമുക്ക് എന്താണ്, കടലിലെ ഉപ്പുവെള്ളമാണ് ഏറ്റവും ഉത്തമമായ വെള്ളം. പിന്നെ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള പൈപ്പുകളിലെ കിണറുകളിലെ ഉള്ള സാധാരണ പച്ചവെള്ളമാണ് നമ്മുടെ ഷാഫിഈ മദ്ഹബ് പ്രകാരം. മറ്റേ ഹനഫിയിൽ എന്തുണ്ട്, ചെറിയ നേരിയ ചൂടുവെള്ളം. ഇനി മയ്യത്ത് കുളിപ്പിക്കൽ, മയ്യത്ത് എന്താണ്, ഹൈലുകാരിയാണെങ്കിലും നിഫാസുകാരിയാണെങ്കിലും മയ്യത്ത് ഒറ്റ കുളിയേ ഉള്ളൂ. മയ്യത്ത് കുളി മാത്രമേ. മരിച്ച പെണ്ണ് ഹൈലുകാരിയാണെങ്കിലും നിഫാസുകാരിയാണെങ്കിലും ജനാബത്തുകാരിയാണെങ്കിലും കുളി അന്നേ ഉള്ളൂ. അതെല്ലാം എന്താണ്, ജീവിതകാലത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ മരിച്ചാൽ ഒറ്റ കുളിയുള്ളത് മയ്യത്ത് കുളി മാത്രമേ ഉള്ളൂ. പിന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ആർക്ക് കുളിപ്പിക്കാൻ, എത്ര ആൾ കുളിപ്പിക്കണം? ഒരുപാട് ആളൊന്നും ഇങ്ങനെ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. ഇപ്പം എന്നെ പോലത്തെ ഒരാൾ, ഞാൻ ആദ്യം മരിച്ചെങ്കിൽ 3 ആൾ വന്നിട്ട് എൻ്റെ മയ്യത്ത് കുളിപ്പിച്ച 3 ആൾ മതിയാവും എൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ. എന്നെ കുളിപ്പിക്കാനൊരു 3 ആൾ, എന്നെക്കാളും നല്ല തടിയും ഹൈറ്റൊക്കെ ഉള്ള ആണെങ്കിൽ ഒരു 5 ആൾ വരെ മതിയാവും. കൂടുതൽ ആളൊന്നും അവിടെ കയറി ഇറങ്ങേണ്ട ആവശ്യം ഇല്ല. ഇനി ഞാൻ പറഞ്ഞു വന്നത്, ഒരാൾ രോഗി മുതലുള്ള കാര്യം നമുക്ക് പറഞ്ഞു പോകാം. ഒരാൾ രോഗിയായാൽ ആ രോഗിയെ ഇപ്പം ഞാൻ രോഗിയായി കിടക്കുന്നു, എൻ്റെ അടുക്കലേക്ക് എൻ്റെ സുഹൃത്തുക്കൾ കടന്നു വന്നിട്ട് എന്നോട് ചോദിക്കുന്നു, ആയിഷ എങ്ങനെയുണ്ട് അസുഖം? അപ്പം ഞാൻ അവിടെ പറയണം, അൽഹംദുലില്ലാ, ക്ഷമ കൈക്കൊള്ളണം. രോഗി എന്ത് ചെയ്യണം? ക്ഷമ കൈക്കൊള്ളണം. അൽഹംദുലില്ലാ, എത്ര വലിയ രോഗമാണെങ്കിലും ഞാൻ പറയണത് അൽഹംദുലില്ലാ. കാരണം എത്രയോ വർഷക്കാലം ജീവിച്ചിട്ടുണ്ടല്ലേ. ഇനി ചിലപ്പോൾ കൈക്കാണ് പ്രശ്നമെങ്കിൽ കാലിനടുത്ത് മറ്റേ കൈക്ക് ഒരു പ്രശ്നമില്ല, കാലിനാണ് പ്രശ്നമെങ്കിൽ അടുത്ത കാലിനൊന്നും പ്രശ്നമില്ല. അപ്പം ഞാൻ പറയണം അൽഹംദുലില്ലാ എന്ന് പറയണം. കാരണം നമ്മൾ രോഗിയായ സമയത്ത് നമ്മളിലേക്ക് പ്രത്യേകമായി മലക്കുകൾ കടന്നു വരും. ആ സമയത്ത് ഞാൻ ക്ഷമ കൈക്കൊണ്ടാൽ ആ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. ഞാൻ പറയുന്നത്, എനിക്ക് മാത്രം എന്താ പ്രശ്നം? പിന്നെ അപ്പുറത്തെ വീട്ടിലെല്ലാം താന്തോന്നികളായിട്ട് അള്ളാനെ ഓർക്കാതെ അങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല. അതേപോലെ ദാരിദ്ര്യം നമുക്ക് തന്നാലോ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല, അള്ളാഹു തആല നമുക്ക് മാത്രം ഈ ദാരിദ്ര്യം തന്നിനെ, അടുത്ത വീട്ടുകാർക്കൊന്നും ഒന്നും പ്രശ്നമില്ലല്ലോ, അവരങ്ങനെ കളിക്കുന്നുണ്ട്, അവർ താന്തോന്നികളായി ജീവിക്കുന്നുണ്ട്, സിനിമ കണ്ട് സീരിയൽ കണ്ട് ജീവിക്കുന്നുണ്ട്, അവർക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. അതൊന്നും നമുക്ക് പറയാനുള്ള അവകാശം ഇല്ല. നമ്മൾ എന്തിനാണോ പറഞ്ഞത് അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. അപ്പം നമ്മൾ എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും ക്ഷമ, ദാരിദ്ര്യത്തിലാണെങ്കിലും നമുക്ക് എന്തുണ്ടാകണം? ക്ഷമ കൈക്കൊള്ളണം. അല്ലാഹു തആല ഒരാളെ സമ്പന്നനാക്കിയതും അല്ലാഹു തആല പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവനെ ഒരുത്തനെ ദരിദ്രനാക്കിയതും അല്ലാഹു തആല പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാൾക്ക് സമ്പത്ത് കൊടുത്തിട്ട് അവനെ പരീക്ഷിക്കുന്നത് എങ്ങനെയാണ്? ഈ സമ്പത്ത് മോന് ഏതെല്ലാം മാർഗത്തിലൂടെയാണ് ചെലവഴിക്കുന്നത്, ആർക്കെല്ലാമാണ് ചെലവഴിക്കുന്നത് എന്ന് അവനെ പരീക്ഷിക്കുന്നുണ്ട്. ഒരാൾക്ക് ദാരിദ്ര്യം കൊടുത്തിട്ട് ഞാൻ കൊടുത്ത ദാരിദ്ര്യത്തിൽ അവൻ ക്ഷമ കൈക്കൊള്ളുന്നുണ്ടോ എന്ന് കൂടി അല്ലാഹു തആല പരീക്ഷിക്കുന്നുണ്ട്. അപ്പം ഈ സമ്പത്ത് ഉള്ളതും പരീക്ഷണമാണ്, ഇല്ലാത്തതും പരീക്ഷണമാണ്. മക്കൾ ഉള്ളതും പരീക്ഷണമാണ്, ഇല്ലാത്തതും പരീക്ഷണമാണ്. അല്ലെ, മക്കളില്ലാത്ത ആളുകൾ ഇങ്ങനെ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെ. എത്രയോ മക്കളില്ലാത്ത ആളുകൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ മക്കളില്ല ആളുകളും കരഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ? ഇന്ന് ഏറ്റവും കൂടുതൽ കരയുന്നത് ആരാണ്? മക്കളുള്ളവരാണ്. അപ്പൊ മക്കളുള്ളതും പരീക്ഷണമാണ്, മക്കളില്ലാത്തതും പരീക്ഷണമാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ക്ഷമ കൈക്കൊള്ളുക എന്നുള്ളതാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത്